ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴവും റാഗിയും കൊണ്ട് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. എത്ര കഴിച്ചാലും മതി വരില്ല. നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്. നല്ല പഞ്ഞ് പോലെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി പലഹാരമാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് റാഗി നേരത്തെ തന്നെ കഴുകിയതിന് ശേഷം കുതിർത്ത് വെച്ചിരുന്നതാണ്. അത് ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. റാഗി എത്രത്തോളം കുതിർന്ന് കിട്ടുന്നോ അത്രയും നന്നായിരിക്കും. ഞാനിവിടെ ഒരു 3 മണിക്കൂർ കുതിരാനായിട്ട് വെച്ചിരുന്നിട്ടാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു കുതിരാൻ വെച്ചിരുന്ന വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേ കപ്പ് അളവിൽ തന്നെ 1/2 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത മിക്സ് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇതുപോലൊരു അരിപ്പ് വെച്ചതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അരിച്ച് മാറ്റുന്നുണ്ട്. ഇതുപോലൊരു സ്പാച്ച് വെച്ച് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അമർത്തി പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഇതിൻ്റെ പാല് മുഴുവനായിട്ടും. ഇപ്പോൾ ഇതിൻ്റെ പാല് മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. വീണ്ടും ഇതേ കപ്പ് അളവിൽ തന്നെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ നല്ല പോലെ അരച്ചെടുത്ത ഈ ഒരു മിക്സ് വീണ്ടും ഈ പാത്രത്തിലേക്ക് അരിപ്പ് വെച്ച് കൊടുത്ത് അതിലേക്ക് അരിച്ചു മാറ്റുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 2 പ്രാവശ്യമായിട്ടാണ് അരിച്ചെടുത്തിട്ടുള്ളത്. ഇത്രയും മതി. ഇതിന് കട്ടിയായിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ പാല് കിട്ടിയിട്ടുള്ളത്. ഇതിനി മാറ്റി വെച്ചേക്കാം. അടുത്തതായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നല്ല പഴുത്ത 2 നേന്ത്രപ്പഴം ഇതേ രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് നന്നായിട്ട് പഴുത്തു പോയ പഴമല്ല, ഒരു മീഡിയം പഴുപ്പുള്ള പഴമാണ് എടുത്തിട്ടുള്ളത്. ഈ പലഹാരത്തിന് അങ്ങനെ വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ശർക്കര ഉരുക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതേ കപ്പ് അളവിൽ തന്നെ ഒരു 1/2 കപ്പോളം ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്ത മിക്സ് ഞാനിപ്പോൾ ഈ ഒരു റാഗി മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 150 ഗ്രാം അളവിലുള്ള ശർക്കരയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഉരുക്കിയെടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഓരോരുത്തർക്കും എത്ര മധുരമാണോ വേണ്ടത് അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് അളവിൽ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വറുത്ത അരിപ്പൊടി തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുക. എന്നാലാണ് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പരുവത്തിലും ടേസ്റ്റിലൊക്കെ കിട്ടുള്ളൂ. ഇനി ഇതിലേക്കൊരു 2.5 ടേബിൾ സ്പൂണോളം നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ബട്ടർ ഉരുക്കിയതാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നെയ്യാവുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മണവും ടേസ്റ്റൊക്കെ കിട്ടും. അതിനാണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മിക്സിൻ്റെ പരുവം എന്ന് പറയുന്നത് ഒരുപാട് അങ്ങ് കട്ടിയാവരുത്, ഒരുപാട് ലൂസും ആവരുത്. ഒരു മീഡിയം പരുവത്തിലാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും നല്ലൊരു മണത്തിന് വേണ്ടി ഒരു നുള്ള് ഏലക്കാപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം ഞാനിവിടെ കയ്യിൽ കൊണ്ട് കോരി കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു പരുവം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഒരുപാട് അങ്ങ് ലൂസും ആവരുത്, ഒരുപാട് കട്ടിയാവരുത്. ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം. ഇനി ഞാനിത് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ സ്റ്റീൽ ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. 4 ഗ്ലാസ്സിലും ഇതുപോലെ ഒന്ന് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഗ്ലാസിൻ്റെ 1/4 ഭാഗത്തോളം മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ഗ്ലാസ്സിൽ തന്നെ ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കണമെന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറി ബൗളിലോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ കേക്കിൻ്റെ മോൾഡിലോ വേണമെങ്കിൽ വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 4 ഗ്ലാസ്സിലും ഇതുപോലെ 1/4 ഭാഗത്തോളമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അലുമിനിയത്തിൻ്റെ പാത്രം നേരത്തെ തന്നെ ചൂടാക്കി വെച്ചിട്ട് അതിനുള്ളിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു പ്ലേറ്റോട് കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി എത്ര സമയമാണോ ഇത് വേവാനായിട്ട് എടുക്കുന്നത് അത്രയും സമയം വരെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. ഒരു 40-45 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇത് വെന്തോന്ന് അറിയാനായിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂണിൻ്റെ ബാക്ക് വശം ഒന്ന് നനച്ച് കൊടുത്തിട്ട് ഒന്ന് കുത്തി കൊടുത്താലും മതി. അപ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ അത് വെന്തു എന്നാണ്. ഇനി നമുക്ക് ഒരുപാടങ്ങ് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. കൈകൊണ്ട് തൊട്ടാൽ കുഴപ്പമില്ലാത്ത ആ ഒരു ചൂടിൻ്റെ ആ പരുവത്തിൽ നമുക്കിതിൻ്റെ വക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കമിഴ്ത്തി തട്ടിയാൽ മതി. ഇപ്പോൾ ഇതേപോലെ തന്നെ 4 എണ്ണം ഞാനിവിടെ ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലെ ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. ഇതിൻ്റെ അകമൊക്കെ വെന്തോന്ന് അറിയാനായിട്ട് ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും
മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.